ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. 19ാമത്തെ വർഷമായപ്പോഴാണ് ഞാൻ കൺസീവ് ആകുന്നത്. അതിനു മുമ്പ് 9/1/2020 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി ആദ്യം എടുക്കാതിരുന്നത്, ഉടമ്പടി എടുത്ത് 90 ദിവസമാണ് ഉടമ്പടിയുടെ കാലാവധി. അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയുള്ള കാരണം കൊണ്ട് ഹസ്ബൻഡിനെ കൊണ്ട് ആദ്യം ഉടമ്പടി എടുപ്പിച്ചു. എൻ്റെ ഓർമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും, അപ്പം തന്നെ ഞാൻ കൺസീവ് ആകും. അപ്പം പിന്നെ ചിലപ്പം യാത്ര ചെയ്യാനൊന്നും പറ്റിയല്ലോ എന്നോർത്തുകൊണ്ടാണ് ഹസ്ബൻഡിനെ കൊണ്ട് ആദ്യം ഉടമ്പടി എടുപ്പിച്ചത്. കഴിഞ്ഞ 9/1/2020 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കാണുകയും ജോസഫച്ചൻ പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു, ഈശോയോട് പോയി പറഞ്ഞാരെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ ഈശോയുടെ അടുത്ത് പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഈശോയെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഈശോയോട് പറഞ്ഞു. എന്നിട്ട് മൂന്നാമത്തെ പുതുക്കലിൽ ഞാൻ ഇവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ എനിക്ക് നല്ലൊരു സുഗന്ധം കിട്ടുമായിരുന്നു. മാതാവിൻ്റെ പുതുക്കിയപ്പം എനിക്ക് 3 തിരിയാണ് കിട്ടിയത്. ആ 3 തിരി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വിശ്വാസമായി, മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് 3 തിരിയാണ് കിട്ടിയത്, എന്തായാലും നമുക്ക് 3 കുഞ്ഞുങ്ങളെ തരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ മാസം തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് മാതാവ് ഉറക്കത്തിൽ ഇങ്ങനെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മാതാവ് ഒന്നും പറഞ്ഞില്ല, ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞൊന്നുമില്ല, പക്ഷെ ഭയങ്കര പ്രകാശമായിരുന്നു എന്ന് പറഞ്ഞു. പിറ്റേ മാസം തന്നെ ഞാൻ സെപ്റ്റംബറിൽ ഞാൻ കൺസീവായി. 2025 ഏപ്രിൽ 28 ഞങ്ങൾക്ക് ഈ മോളെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ എപ്പോഴും, ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴാണേലും വയറിൽ തൈലം പറ്റിക്കൊണ്ട് പോകും. എന്നിട്ട് മാതാവിനോട് പറയും, മാതാവേ അവിടെ ഇരിക്കുന്ന റേഡിയോളജിസ്റ്റ് അല്ല സ്കാൻ ചെയ്യുന്നത്, അമ്മ വേണം വന്ന് എൻ്റെ കൂടെ വന്ന് സ്കാൻ ചെയ്യാനായിട്ട്. ഇത്രയും നാളായിട്ടും ഒരു കോംപ്ലിക്കേഷനും കൂടാതെയാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ മാതാവ് തന്നത്.